തോമസ് ആൽവ എഡിസന്റെ കാര്യം പറയാം. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്കൂളിലെ ടീച്ചർ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതി. ആ കത്ത് അവന് എഡിസന് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എഡിസൺ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഈ കഥ കേട്ടവരുണ്ടാവാം, അല്ലേ? കേട്ടവരുണ്ടാവാം. എഡിസന്റെ കയ്യിൽ കൊടുത്തപ്പോ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ടീച്ചർ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഇതിങ്ങനെ നോക്കി. അമ്മ നോക്കിയപ്പോ ടീച്ചർ മോനെ കൊള്ളില്ല, മോൻ മാനസിക രോഗിയാണ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ അമ്മ നേരെ വാക്കിന് തിരിച്ചു. അമ്മ മകനോട് പറഞ്ഞു കൊടുത്തത്, മോനെ നിനക്ക് പഠിക്കാൻ പറ്റിയ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ആ സ്കൂളിൽ ഇല്ല, അതുകൊണ്ട് അമ്മയുടെ മകനെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ മതി എന്നാണ് ടീച്ചർ എഴുതി തന്നത് എന്നാണ് തോമസ് ആൽവ എഡിസണോട് ഈ അമ്മ പറഞ്ഞു കൊടുത്തു. കാലങ്ങൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ലോകത്തറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രകാശിക്കുന്ന ബൾബിന്റെ ആദ്യത്തെ രൂപം കണ്ടുപിടിച്ച എഡിസനാണ്. റെക്കോർഡിംഗുമായി ബന്ധപ്പെട്ട ഫോണോഗ്രഫി കണ്ടുപിടിച്ചത് എഡിസനാണ്. ഇങ്ങനെ സിനിമാ ലോകത്തുമായി ബന്ധപ്പെടുത്ത ഇങ്ങനെ 2-3 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആൽവ എഡിസൺ. ആ എഡിസൺ പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ആ കത്തെടുത്തു നോക്കാൻ. അദ്ദേഹം ഇങ്ങനെ കത്തെടുത്ത് നോക്കുന്ന സമയത്ത് ആ കത്ത് ഇങ്ങനെ കാണാൻ, ആ കത്തിൽ പറയുന്നത്, നിങ്ങളുടെ മകൻ പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്, പഠിക്കാൻ കഴിയാത്ത ആളാണ്, നിങ്ങളുടെ മകൻ ഒരു മാനസിക രോഗിയാണ്. ഞാൻ നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ മക്കൾക്ക് 10+ കിട്ടുമോ എന്ന ചോദ്യത്തില് നിങ്ങൾ ചേർത്ത് പിടിച്ച് അവനോട് വാങ്ങുക അല്ലെങ്കിൽ അവനോട് ചോദിക്കുന്ന പറയുന്നതിന് പകരം നിങ്ങൾ ചേർത്ത് പിടിച്ച് എന്റെ മോന് എന്റെ മോൾക്ക് 10+ കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു മോട്ടിവേഷനും ഈ കാലത്ത് ഇല്ല.